Hi everyone, this is Yabin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ വീഡിയോ തുടങ്ങുന്ന തൊട്ടു മുമ്പായിട്ട് എൻ്റെയും എൻ്റെ എവിക്ക ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുകയാണ്. നല്ല രീതിക്ക് ഫുഡ് കഴിക്കുക, അതേപോലെ പായസം കുടിക്കുക, ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ വയനാടിന് വേണ്ടിയും അതേപോലെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായ എല്ലാവർക്കും വേണ്ടിയും ഒരു പ്രാർത്ഥനയും കരുതലും എപ്പോഴും കരുതുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതേപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ദിസ് ഇസ് യബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ ന്യൂസ്, ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറേയധികം അപ്ഡേഷൻസും അതേപോലെ സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു സെപ്റ്റംബർ 9 ആപ്പിൾ ഇവൻറ്റ് നടന്നിരിക്കുകയാണ്. ആപ്പിൾ വാച്ച് സീരീസ് 10 അൾട്രാ 2 ന്യൂ കളർ, അതേപോലെ എയർപോഡ്സ് 4 വിത്ത് ANC, ആപ്പിൾ എയർപോഡ്സ് പ്രോ വിത്ത് ന്യൂ അപ്ഡേഷൻസ്, സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് മാത്രമാണ്. പിന്നെ ആപ്പിളിൻ്റെ എയർപോഡ്സിൻ്റെ പുതിയ മാക്സിന് കുറച്ചധികം കളർ അപ്ഡേഷൻസ്, iPhone 16 സീരീസ്, 16 Pro സീരീസ് എന്നിങ്ങനെ കുറേയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറേയധികം പുതിയ പ്രൊഡക്റ്റുകൾ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമുക്ക് വന്നായിരുന്നു. അതിൻ്റെ പ്രീ റിലീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രീ ഓർഡറിങ് ഇപ്പോൾ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. iPhone 16 ആൻഡ് 16 Pro സീരീസിൻ്റെയൊക്കെ പ്രീ ബുക്കിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഒഫീഷ്യൽ ആപ്പിൾ അപ്ഡേറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ മതി. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഡൗട്ടാണ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു iPhone 15 യൂസർ ആണെങ്കിൽ ഒരു 16ലേക്ക് ജമ്പ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്, കുറച്ചധികം യൂസ് കേസുകളുണ്ട്. ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് തൊട്ട് താഴെ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും കാണുക. iPhone 16 ആണോ 15 ആണോ ഇപ്പോൾ നിങ്ങൾക്ക് വെർത്തായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ അതിലറിയാൻ പറ്റും. അതേപോലെ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ എയർപോഡ്സ് 4 നമുക്കൊരു ചാർജിങ് കേബിൾ ലഭിക്കുന്നതായിരിക്കില്ല. ആകെ ഈ പറയുന്ന കേസും ആ ഒരു എയർപോഡ്സും മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വേറെ ഒരു ചാർജിങ് കേബിളോ കാര്യങ്ങളോ ലഭിക്കില്ല. ആപ്പിൾ പറയുന്നത് ഇത് അവരുടെ 2030 എന്ന് പറയുന്ന കംപ്ലീറ്റ് കാർബൺ ഇമിഷൻ നിർത്താനുള്ള ആ ഒരു പ്ലാനിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്. അല്ലാതെ കാശുണ്ടാക്കാനുള്ള മാർഗമൊന്നുമല്ല. കാരണം ഐഫോൺ യൂസർ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ USB-C ഉണ്ടാവും. സോ ഈ പറഞ്ഞ USB-C തന്നെയാണ് എയർപോഡ്സ് 4 യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കുറച്ചധികം പ്രാക്ടിക്കലി കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ആപ്പിൾ എയർപോഡ്സ് പ്രോയിൻ്റെ പുതിയ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ എല്ലാ യൂസേഴ്സിനും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഇവൻറ്റിൽ പോലും ആപ്പിൾ കൊണ്ടുവന്നത് ഒരു പുതിയ എയർപോഡ്സ് അല്ല, എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ തന്നെയാണ്. അതിന് ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മാത്രമാണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഇവൻറ്റിലും നിങ്ങൾ ഒരു എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ യൂസർ ആണെങ്കിൽ യു ആർ ലക്കി. ബിക്കോസ് ജസ്റ്റ് ഒരു ഫേംവെയർ അപ്ഡേഷനൂടെ ഈ ഒരു എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് ആപ്പിളിൻ്റെ എയർപോഡ്സ് 2nd ജനറേഷൻ പ്രോ ഇനി മുതൽ നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതും ക്ലിനിക്കലി ഗ്രേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ് അപ്രൂവ് ചെയ്ത് FDA അപ്രൂവേഷൻ എല്ലാമുള്ള ആ ഒരു ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ് ഹിയറിംഗ് എയ്ഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ലേമാൻ, ഒരു തേർഡ് പേഴ്സൺ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന ക്ലിനിക്കലി വാങ്ങിക്കുന്ന ഹിയറിംഗ് എയ്ഡ് കുറച്ചധികം വലുതായിരിക്കും. നിങ്ങൾക്കറിയാം, ഇങ്ങനെ വലിയൊരു എന്താ പറയുക സ്കൂപ്പ് ഉണ്ടാകും, അതേപോലെ ചെവിടുള്ളിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ ഒരു കാര്യങ്ങളും എസ്തെറ്റിക്കലി പ്ലീസിങ് ആവുന്ന ആ ഒരു മോഡലിലേക്കും നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും ഈ എയർപോഡ്സ് ഹിയറിംഗ് എയറായിട്ട് വന്നിട്ടുണ്ട്. സോ അത് എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ 2025 ആപ്പിൾ വാച്ച് അൾട്രാ 3rd ജനറേഷനും അതേപോലെ SE 3rd ജനറേഷനും വരാൻ പോകുന്നത്. ഇനി നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ആപ്പിൾ പെൻസിലാണ്. ഈ ആപ്പിൾ പെൻസിലിന് ഒരു പുതിയ ഫേംവെയർ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അൺഫോർച്യുനേറ്റ്ലി ആപ്പിൾ പെൻസിലിനല്ല, ആപ്പിൾ പെൻസിൽ പ്രോയിനാണ് ഈ പറയുന്ന പുതിയ ഫേംവെയർ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നാളെ, അതായത് സെപ്റ്റംബർ 16 ഒഫീഷ്യലി iOS, WatchOS, iPadOS, macOS, HomePodOS
tvOS എന്നിങ്ങനെ എല്ലാ അപ്ഡേഷൻസും അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയർസും നിങ്ങൾക്ക് ഒഫീഷ്യലി അവൈലബിൾ ആവുന്നതാണ്. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഒരു അപ്ഡേഷനിൽ തുടക്കം വരില്ല, വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ iOS 18 വരാൻ പോകുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ആക്ടിവേഷൻ ഓൺ പാർട്സ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഐഫോണിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം പാർട്സുകളുണ്ട്. സ്ക്രീൻ, അതായത് ഡിസ്പ്ലേ, ബാറ്ററി, കുറേയധികം സെൻസേഴ്സ്, ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് വേറൊരു ഡിവൈസിൽ ആക്ടിവേറ്റ് ചെയ്യാനോ നമുക്ക് സെറ്റ് ചെയ്യാനോ പറ്റും. പക്ഷേ ഈ പറയുന്ന ആക്ടിവേഷൻ ലോക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഈ ഡിവൈസിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഓതറൈസ്ഡ് ആയിക്കോട്ടെ, ഓതറൈസ്ഡിൽ ആ ഒരു പ്രശ്നം പൊതുവേ വരാറില്ല. പക്ഷേ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ വേറൊരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി വരുന്ന ഡിവൈസിൽ നമ്മുടെ ഡിസ്പ്ലേ എടുത്ത് മാറ്റിയിട്ട് കൊടുക്കാം. ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ വേറെ ലോക്കലായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ എടുത്ത് നമ്മുടെ ഫോൺ ഇട്ടാൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഭൂരിഭാഗം ഒരു സാധാ ഒരു യൂസറിന് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അവിടെ നമുക്ക് ഈ പറഞ്ഞ ആക്ടിവേഷൻ ലോക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ്. കാരണം എൻ്റെ ഫോണിൽ നിന്ന് ഈ ഒരു ഡിസ്പ്ലേ എടുത്ത് വേറെ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. ആ ഒരു സെക്കൻഡ് ഡിവൈസിൽ വെക്കുമ്പോൾ തന്നെ എൻ്റെ ഫോണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേയിലേക്ക് ഒരു മെസ്സേജ് വരും, ഈ ഒരു ഡിസ്പ്ലേ നിങ്ങളുടെ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കൊടുത്ത അല്ലെങ്കിൽ എൻ്റെ തന്നെ ഈ പറഞ്ഞ പാസ്വേഡ്, സെറ്റ് ചെയ്ത പാസ്വേഡ്, അതിനൊരു സെപ്പറേറ്റ് പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാസ്വേഡ് കാര്യങ്ങളും സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മാത്രമാണ് ആ ഒരു ആക്ടിവേഷൻ അൺലോക്ക് ആവുള്ളൂ. അത് എന്നെ സംബന്ധിച്ച് നല്ലൊരു ഫീച്ചറായിട്ടാണ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ പാർട്സ്, ജെനുവിൻ പാർട്സ് വേറൊരാൾക്ക് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് യൂസ് ചെയ്യാനോ പറ്റുന്ന ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് നല്ല രീതിക്ക് ഇവിടെ സോൾവ് ആവുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ iOS 16 ഓർ iPadOS 16 ആണെങ്കിൽ സോറി ടു സേ, നിങ്ങൾക്ക് ഇനി മുതൽ ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് ലഭിക്കുന്നതല്ല. കാരണം iOS ആൻഡ് iPadOS 17 ഓർ ലേറ്ററിലാണ് നെറ്റ്ഫ്ലിക്സ് ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം iPhone 16 ആൻഡ് 16 Proയിൽ യാതൊരു വലിയ വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഈ പറഞ്ഞ ക്യാമറ കൺട്രോൾ, ക്യാപ്ചർ ബട്ടൺ, പിന്നെ പുതിയ സിറി, എല്ലാ കാര്യങ്ങളും, അതുപോലെ ഓഡിയോ മിക്സ്, എന്താ പറയുക, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ 16ലും 16 Proയിലും സിമിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചത് ക്യാപ്ചർ ബട്ടൺ അല്ലെങ്കിൽ ക്യാമറ കൺട്രോൾ പ്രോയിൽ മാത്രമായിരിക്കുന്നതാണ്. പക്ഷേ ത്രൂ ഔട്ട് എല്ലാ 16 സീരീസിലും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ 16 ആണോ അല്ലെങ്കിൽ 16 Pro ആണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ബഡ്ജറ്റ് അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഏതാണ്? നമ്മുടെ വീഡിയോയുടെ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ പുതിയ പുതിയ ആപ്പിൾ ന്യൂസുകളും കാര്യങ്ങളും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേയുള്ള അടിപൊളി കാര്യങ്ങൾ അറിയാൻ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫോളോ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Jabin Xavier from Evika and have a nice day.